നമസ്കാരം. ഞാനിൻ്റെ കൂടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കോവളം മണ്ഡലത്തിലെ മുല്ലൂരിലാണ്. മുല്ലൂർ വലിയ വിളയിൽ നിന്ന് പടിഞ്ഞാറ്റത്തേക്ക് പോകുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എന്താണ് ഇവിടുത്തെ വിഷയമെന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, കണ്ടു മനസ്സിലാക്കാം. എന്താണ് പ്രശ്നം? വലിയ വളയിൽ നിന്ന് മുല്ലൂർ പോകുന്ന ഒരു റോഡ് നമുക്ക് ടാറിട്ട് റെഡിയാക്കി കിട്ടണം. ഒരു വണ്ടി വന്നിരുന്ന ഇവിടെ തിരിക്കാനോ എടുക്കാനോ യാതൊന്നിനും പറ്റുന്നില്ല. ഇപ്പോൾ ഒരു രോഗി സുഖമില്ലാതെ ആയിരുന്ന ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ കൊണ്ടുപോകണം. അല്ല തടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഏത് വണ്ടി വിളിച്ചിരുന്നാലും ഇവിടെ വാഹനമൊന്നും വരില്ല. അപ്പം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു റോഡ് വേണം. അത് വലിയ വളയിൽ മുല്ലൂര് ചെന്ന് കയറത്തക്ക ഒരു റോഡ് കിട്ടണം. ഇപ്പോഴ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. മഴ പെയ്താൽ നമുക്ക് ഈ റോഡിൽ നടന്നു പോകാൻ പറ്റില്ല. കൊച്ചു കുട്ടികൾക്കായിരുന്നാലും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കായിരുന്നാലും കൊച്ചു പിള്ളേരായിരുന്നാലും നമുക്ക് പരിസരവാസികൾക്കായിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല, നടന്നു പോകാൻ ഒക്കില്ല. പിന്നെ നൂറുകണക്കിന് വീടുകളുണ്ട്. അവരുടെ ഈ പരിസരവാസികളുടെയൊക്കെ ശ്രമം കൊണ്ടാണ് ഈ റോഡ് തന്നെ വന്നത്. റോഡൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. റോഡിന്റെ ശോചനീയമുണ്ട്. ഗതാഗത യോഗ്യമാക്കി തീർക്കും. ഒരു വണ്ടി പോലും സവാരിക്ക് വിളിച്ചാൽ ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു സവാരി വിളിച്ചാൽ പോലും ആൾക്കാർ കാറുകാരെ ആരും വരില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് തുടർന്ന് ഇതിൻ്റെ ശോചനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മേലധികാരികൾ ടാറിട്ട് റോഡിനെ നിർമ്മാണ പ്രവർത്തനം ചെയ്ത് നല്ല വാഹന യോഗ്യമാക്കി തീർക്കുക വേണ്ടുന്ന മറ്റു നടപടികൾ ചെയ്യണം. എന്താണ് പറയാനുള്ളത്? ഇത് തന്നെ, റോഡ് 10-15 വർഷം കൊണ്ട് അങ്ങനെ ഒരു വഴി പോലെ അവർ വെട്ടിയിട്ട് തന്നു അപ്പോഴും. പിന്നെ അതിനുശേഷം അവർ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ പാമ്പ് കയറിയാലും ചാര കയറിയാലും വീട്ടിൽ കിടന്ന് മരിച്ചോളണം. ഒരു ഓട്ടയോ ഒരു വണ്ടിയോ ഒന്നും വരത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഈ റോഡ് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾ സുഖമില്ലാതായാലോ, കൊച്ചുങ്ങൾക്ക് വയ്യാതായാലോ, പ്രായം ചെന്നവർക്ക് വയ്യാതായാലോ ഒരു കാറോ ഒരു ആംബുലൻസോ ഒരു ഓട്ടയോ വരത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് റോഡ് ക്ലിയർ ചെയ്ത് വിട്ടു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കണം. നമുക്ക് അത് നമ്മൾ ആവശ്യമാണ്. നമുക്ക് നിർബന്ധമായിട്ടും ഈ റോഡ് വേണം. എൻ്റെ വീട് അപ്പുറത്താണ്. നമ്മൾ എല്ലാവരും പിന്നെ റോഡ് സൈഡിൽ, മെയിൻ റോഡിൻ്റെ സൈഡിൽ ജീവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാറേ. അപ്പം നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് ഈ റോഡ് ക്ലിയർ ചെയ്ത് മുല്ലൂരിലോട്ട് പോകാൻ ഒരുപാട് ദൂരമൊന്നും ഇല്ല. കുറച്ച് ഒരു 2-3 വിള അപ്പുറത്തോട്ടാകുമ്പോൾ റോഡ് തന്നെ, അപ്പുറത്തെ റോഡ് തന്നെയാണ്. അപ്പം അവിടെ കൊണ്ട് മുട്ടിച്ചാൽ ഞങ്ങൾക്ക് പോകാനും ഒരുപാട് എളുപ്പമാണ്. ആശുപത്രിയിലൊക്കെ പോകാൻ നമുക്ക് കറങ്ങി പോവേണ്ടി വരില്ല. ജീവൻ നിലനിർത്താനുള്ള വഴി ഇതാണ്. ഈ റോഡിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലാ മെമ്പർമാരും, ബ്ലോക്ക് മെമ്പറും ജില്ലാ മെമ്പർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കി. ഇവിടെ വരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അവർ ഈ റോഡിൻ്റെ പേര് പറഞ്ഞ് സാധനം ഇവിടെ ഇറക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ബാരിക്കേഡ് തിരിച്ചു. അപ്പം ഇവിടെ ഉള്ള കൊച്ചു മുതൽ വലിയ വരുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ ചരക്കി വിടുന്നു. സ്കൂളിൽ പോകുന്ന പിള്ളേർ തിരിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഇട്ടോട്ട് പോകും. തിരിച്ച് അവിടെ നിന്ന് ഈ റോട്ടിൽ വരുമ്പോഴത്തേക്ക് വിടുന്നടിക്കും, വീണ്ടും കഴുകി കൊണ്ടുവന്ന് മാറ്റി ആണ് പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മളെ ഈ സർക്കാർ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ മെമ്പർ, കൗൺസിലർ, അവരാണെങ്കിൽ ഏകദേശപ്പെട്ടവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പരാതി കൊടുത്തിട്ട് ഒരു ഫലവുമില്ല. അപ്പോൾ പിന്നെ ആരോട് പറയാം? നാട്ടുകാർ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള കാശും നാട്ടുകാരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വീഴ്ച സർക്കാരിനുണ്ട്, വാർഡ് മെമ്പർക്കുണ്ട്, കൗൺസിലർക്കുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട്
പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനമാണ് ഇവിടെ. കാര്യം ഒരു വയസ്സായ ഒരാൾ സുഖമില്ലാതെ കിടന്നാൽ കൊണ്ടുപോയി ഒരു വണ്ടി വിളിച്ചാലും വരും, ഒരു ആംബുലൻസ് വരില്ല. പിന്നെ വേണമെങ്കിൽ നമ്മൾ 2-4 പേരെ കൂട്ടി തോളിലെടുത്ത് മെയിൻ റോഡിൽ കൊണ്ടുപോയാലേ അവരെ കൊണ്ടുവന്ന് രക്ഷിക്കാൻ പറ്റും. ഇന്നാണ് ഇവിടെ ഞാൻ തന്നെ മോള് വയ്യാതായപ്പോഴും 108 വിളിച്ച് അവൾ റോഡിൽ വന്ന് നിൽക്കുന്നു, ഇങ്ങോട്ട് വരാൻ നിവർത്തില്ല. അവളെ ആണെങ്കിൽ എടുത്തോണ്ട് പോകാനും ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പ്രസവ കേസായിരുന്നു. അങ്ങനെ ഒടുക്കം ഞങ്ങൾ താഴ്മ റോഡ് മോശമായോണ്ട് ഇങ്ങോട്ട് വരണില്ല. പിന്നെ പറഞ്ഞു അപ്പൊ ഈ ആരുമില്ല ഞങ്ങൾക്ക്. രാത്രി 2 മണിക്ക് ഒടുക്കം പിന്നെ അവൻ അങ്ങേര് കൊണ്ടുവന്ന് വിഴിഞ്ഞ ആശുപത്രിയില്ല 108 ഇവിടെ കൊണ്ടുവന്ന് തിരിക്കാൻ പെട്ട പാട് അതിനേക്കാളും വിഷമതയായിരുന്നു. അതുകൊണ്ട് ഈ റോഡ് എങ്ങനെയെങ്കിലും ഇത്തിരി നന്നാക്കി തരണം എല്ലാവരും. ഇത്ര എനിക്ക് പറയാവുള്ളൂ. കൊച്ചു കുട്ടികളൊക്കെ വളർന്നു പറഞ്ഞ ഈ കാടും കയറി കിടക്കുന്നു, പാമ്പാണ് എന്നും പറഞ്ഞു. ഇന്നാണ് ഈ ബാബ സുരേഷ് വന്നാണ് മൂർഖ പാമ്പിനെ പിടിച്ചത് നമ്മളെ മുറ്റത്തീന്ന്. ഇതുകൊണ്ട് അതാണ് വീട്. അങ്ങനെ ഇവിടെ ഭയങ്കര പാമ്പാണ്, പാമ്പും ചാരയും. നമുക്ക് വേറെ എങ്ങും പോകാനുള്ള ഗതിയില്ല, അങ്ങനെ കിടക്കുന്നതാണ്. അപ്പൊ പിന്നെ ഇത് നന്നാക്കി തരും. നന്നാക്കി തരണം റോഡ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ യാത്ര പോകാനൊന്നും ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കാലിന് മുട്ടുവരെ വെള്ളമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോണതും വരണത്. എൻ്റെ മോൻ ആക്സിഡന്റ് വന്നപ്പോൾ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ തരില്ലായിരുന്നു. വേണമെങ്കിൽ തലയിൽ ചെന്ന് നോക്കണം, റോഡിൽ ചെന്ന് വെക്കണം. അവൻ ഇരുന്നങ്ങ് മരിച്ചു. അന്ന് തൊട്ടുള്ള വേദനയാണ്. ആ അമ്മയാണ് ഞാൻ. ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഈ റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ ആർക്കും നടക്കാനും പറ്റത്തില്ല. അത്യാവശ്യക്കാർക്ക് ഒരു വണ്ടി ഓട്ടോയോ ഇല്ലെങ്കിൽ ഒരു ബൈക്കോ ഇല്ലെങ്കിൽ ഒരു ആംബുലൻസോ വിളിച്ചാൽ ആരെ കൊണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ കൂടെ ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്, ഇതിനെ എത്രയും പെട്ടെന്ന് ഈ റോഡിനൊന്ന് താഴ്മയോടെ ശരിയാക്കി തരണമെന്ന്. അപകടമാണ്. കൊച്ചു പിള്ളേർക്കും നടക്കാനൊന്നും പറ്റുന്നില്ല. കൊച്ചു പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മഴയൊക്കെ പെയ്താൽ ഭയങ്കര ചെളിയാണ്, കാലുകുത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അവര് ഈ ഏരിയയിലെ വരെയില്ല, തിരിഞ്ഞു വരും നോക്കില്ല. വാർഡ് മെമ്പർ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊഴുന്നുണ്ട്, അല്ല തിരിഞ്ഞു നോക്കുകയേ ഇല്ല. എത്ര പ്രാവശ്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും നടത്താന്ന് പറയണല്ലാതെ ഒരു കാര്യം നടത്തില്ല. ഈ ലൈറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒപ്പിട്ട് കൊടുക്കാറാണ് പറഞ്ഞത്. ഒരു ലൈറ്റ് തേങ്ങ വീഴുന്നു പൊട്ടി തൂങ്ങി കിടക്കാണ്. അതിന്റെ കൺസ്യൂമർ നമ്പർ എടുത്ത് കൊടുത്ത് പോയി എല്ലാം ചെയ്തു നോക്കി. അവര് തിരിഞ്ഞു വരുന്നുണ്ട്. ചെയ്യാന്ന് പറയണല്ലാതെ ഒരു കാര്യം നടക്കും. അതാണ് എന്റെ അഭിപ്രായം. ഇത് എത്രയും പെട്ടെന്ന് ഈ റോഡ് കിട്ടിയാൽ പലതാണ്. ഇവിടെ കൂടെ ഞാൻ പലപ്പോഴും ഓട്ടിക്കുമ്പോൾ അവിടെ കുപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ടയർ പഞ്ചറാവും. ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം വീഴുന്ന അവിടെ ആ കേർമനിൻ്റെ അടുത്ത് വെള്ളം കെട്ടി കിടക്കും, അത് പിന്നീട് ചവിട്ടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരിക്കൽ 2-3 വട്ടം വീഴുന്നിട്ടുണ്ട്. നേരെ പെയ്യാൻ നല്ല ഇറക്കത്തിൽ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. പറയേണ്ടത് ഞങ്ങൾക്ക് ഇവിടെ ഒരു റോഡിന് ആവശ്യം തന്നെ. ഇവിടെ പണ്ട് കല്ലും ചല്ലിയും എല്ലാം വന്നപ്പോൾ ഓരോരുത്തർ റോഡിടാൻ സമ്മതിച്ചില്ല, കീഴിടാൻ സമ്മതിച്ചില്ല. ഓമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓമന അവർക്ക് ഭാര്യ വേറെ റോഡുകൾ കൊണ്ട് നന്നാക്കി. അതുകൊണ്ട് ഇനിയും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു മരണം വന്നപ്പോൾ ഞങ്ങൾ തലക്കെടുത്തതിലെടുത്താണ് 108 കയറ്റി ഞങ്ങൾ ജലം കൊണ്ടുപോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ കിടക്കണവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് റോഡിന് ആവശ്യമുണ്ട്. റോഡ് ആറിൽ നിന്ന് വെള്ളം പോകുമ്പോഴാണ് കൈയും കാലും വെച്ച് പോകാൻ നോക്കൂല, ഒഴുക്കാണ്, നല്ല ഒഴുക്ക്. അതിനു വേണ്ടി ഞങ്ങൾക്ക് ഈ എല്ലാം ടാറിട്ട് ഞങ്ങൾക്ക് ഒരു വഴി നല്ലതായിട്ട് തരണമെന്നുള്ള ഒരു ഇതുണ്ട്. ഞങ്ങൾക്ക് ഭീതി കൂട്ടണമെന്നുള്ളതില്ല, എന്നാലും ഞങ്ങൾക്ക് ചെറുതാ വഴിയായിരുന്നാലും ഞങ്ങൾക്ക് അത് ടാറിട്ട് തരണം. ഭയങ്കര മഴയത്തും മറ്റും ആർക്കും പോകാനൊന്നും നോക്കൂല. ഇപ്പൊ ഈ പയ്യ ഇതിലെ പോയത് ഈ വെറി ആയതുകൊണ്ടാണ് ഈ സൈക്കിളിൽ അവൻ പോയത്. അവൻ നടന്നാ ഇറങ്ങി പോകുന്നേ വീട്ടിലൊന്നും ഒരുങ്ങി. ചിറക്കിയൊക്കെ വീണിട്ടുണ്ട് സാറേ. എനിക്കിപ്പോഴും കാല് വയ്യ. വീണട വീണെണീറ്റ് പോയി, ആശുപത്രിയിലും ആയി ഞാൻ. ഇവിടെ റോഡ് ഓട്ടം വരില്ല, റോഡ് മൊത്തം മോശമാണ്. വന്നാലും അപ്പോൾ അത് കൊണ്ട് ഇറക്കിയിട്ട് പോകും. പിന്നീട് വന്നാലും റോഡ് ഭയങ്കര മോശം. പിന്നെ അത്യാവശ്യം വല്ല രോഗികളെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സഹായിക്കും. നമ്മൾ പിന്നെ ഇറങ്ങി അവരൊക്കെ തള്ളിക്കാണ് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് റോഡ്. സാർ, ഈ ഏരിയയിൽ ഈ റോഡ് മാത്രമാണ് ടാറിടാതെ കിടക്കുന്നത്. ബാക്കി ഈ കൗൺസിലറുടെ ഏരിയയിലുള്ള ഏത് ചെറിയ വഴിയായിരുന്നാലും സിമന്റ് ടാർ ഇടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ ടാറിങ് നടത്തുന്നത്. ഒരു നല്ലൊരു ഈ റോഡിന് ടാറിട്ട് അല്ലെങ്കിൽ സിമന്റ് ടാറിങ്ങോ അല്ലെങ്കിൽ കീല് ടാറിങ്ങോ ഇട്ട്
നടക്കാൻ പറ്റത്തക്ക ഒരു വഴിയാക്കി തന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ ചെറിയ പിള്ളേരും വയസ്സായവരും ഈ വയ്യാത്ത രോഗികളും ഇതിലെ നടക്കാൻ മഴക്കാലത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ ഈ പിന്നെ കാലും കൈയും വയ്യാത്തവർക്ക് ഇതിലെ നടക്കാൻ പറ്റില്ല. അത്ര കഷ്ടമാണ് ഇതിലെ. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇപ്പൊ യഥാർത്ഥത്തില് 10 10-10.25 അടി വരെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴൊരു 6-7 അടി ഇത്രയും കാട് അങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ രണ്ട് സൈഡിലും കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അടുത്തൊക്കെ പറഞ്ഞു നോക്കി, മെമ്പർ പിന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഓരോരുത്തെല്ലാം നമ്മൾ ചെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ റോഡെന്ന് പറയുമ്പോൾ ഇവിടെ നേരെ പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുല്ലൂർ അവിടെ ആ റോഡിൽ ചെന്ന് സന്ധിക്കും. പിന്നെ ബൈപ്പാസ് അല്ല, അതിന്റെ ഇപ്പുറത്തെ റോഡ് ബൈപ്പാസിലാകുമ്പോൾ പിന്നെ അങ്ങോട്ട് റോഡുണ്ട്, അങ്ങോട്ട് കയറാം. നല്ല സൗകര്യമുള്ള ഒരു ഇതാണ്. തുറമുഖത്തിന്റെ കവാടത്തിൽ കയറേണ്ട ഒരു നല്ലൊരു വഴിയാണ്. അതിനെയാണ് നശിപ്പിച്ചിട്ടേക്കുന്നത്. അപ്പൊ ഇത് സഞ്ചാരയോഗ്യമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിസരവാസികൾക്കും ഈ നാട്ടിലുള്ളവർക്കും അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും പിന്നെ ഉച്ചക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ പോകാനുള്ള സകല പിന്നെ ഇതും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഇല്ലാതാക്കി കളഞ്ഞിട്ട് മാത്രം. അത് തുറമുഖത്തിന്റെ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാം. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ എൻ്റെ മോന് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. വരുമ്പോൾ തന്നെ ആണെങ്കിൽ ഇവനെ ചറുക്കി വീഴുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ പകുതി എത്തുമ്പോഴത്തേക്കാണ് കൊച്ചു വീട്ടിൽ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത് വീണിട്ടാ വരുന്നതെന്ന്. അത്രയും ബുദ്ധിമുട്ട്. ഈ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടായി. എത്രയും പെട്ടെന്ന് നമുക്കൊരു റോഡ്, ഒരു ചെറിയ റോഡെങ്കിലും ആക്കി തന്നിരുന്നെങ്കിൽ, ടാറെങ്കിലും ഇട്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് ഗതാഗത യോഗ്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. നമുക്ക് സേഫായിട്ട് കുട്ടികളെ നമുക്ക് സ്കൂളിൽ വിടാനും പറ്റുമായിരുന്നു. ഇല്ല, സ്കൂൾ ബസ് വരത്തില്ല. ജംഗ്ഷനിൽ പോയാലേ നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. മഴയത്തായിരുന്നാലും അങ്ങ് തന്നെ കൊണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളിന്ന് ഇവിടെ നിന്ന് തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നത് തന്നെ. അത്രയും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഒരു ചെറിയൊരു റോഡ് വന്നിരുന്നെങ്കിൽ അത്രയും സൗകര്യമായിരുന്നു. ഉള്ള റോഡിനെ നമുക്കൊന്ന് ടാറിട്ട് തന്നാൽ മതി, അത്രയും മതി. വിഴിഞ്ഞം തുറമുഖത്തിനായാലും എന്തിനായാലും ഈ റോഡ് വന്നാൽ എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. വലിയ വണ്ടിക്കാറിലൊക്കെ വന്ന് വലിയ ആൾക്കാർ വന്ന് നോക്കിയിട്ടൊന്നും അവിടെ റോഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചൊക്കെ പോകണത്. വഴി സൗകര്യമില്ല, റോഡ് സൗകര്യമില്ല, കറണ്ട് ഇല്ല എന്നൊക്കെ. പക്ഷെ ഇത് വന്നാൽ നേരെ കല്ലുംകട വന്ന് അവസാനിക്കും ഈ റോഡ്. എങ്കിൽ എല്ലാവർക്കും വലിയ ഉപകാരം, കമ്പനിക്കാർക്കായാലും നാട്ടുകാർക്കായാലും എല്ലാവർക്കും. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ട് റോഡാണ്. വരണം എല്ലാവരും വന്ന് വസ്തുക്കളെല്ലാവരും വിൽക്കാൻ തന്നെ ഇട്ടിരിക്കണം. വരണവർ റോഡ് ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചു പോകുകയാണ്. ഈ റോഡ് വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിനായാലും എല്ലാത്തിനും സൗകര്യമുള്ള ഒരു റോഡാണ്. അതിന് നേരെ ഒന്ന് എത്താൻ പറ്റും. എളുപ്പം അതാണ്. എല്ലാവർക്കായാലും നാട്ടുകാർക്കായാലും ആർക്കായാലും ഏത് വഴിക്ക് വന്നാലും നല്ല സൗകര്യമുള്ള റോഡാണ്. എല്ലാവരും അവിടെ വെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. 10-18 വർഷമെങ്കിലും ഈ റോഡ് ഇതല്ല കടന്നിട്ട് ഇതുവരെ ഒന്ന് അവസാനിച്ച് കിടക്കുകയാണ്. 1-2 കൊല്ലം ഒന്നുമല്ല. സാധാരണക്കാർ ആശ്രയിക്കുന്ന റോഡാണിത്. സുരക്ഷിതമായ ഒരു യാത്ര, അതാണ് ഇവിടെയുള്ള നിവാസികൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അമ്മച്ചിമാരാണ് ഇവിടെ ഉള്ളത്. ഒരു വണ്ടിയോ വല്ലതും വേണമെങ്കിൽ അങ്ങ് പുളുങ്കുടിയിൽ പോകണം സാറേ. റോഡൊന്നും ഇല്ല. റോഡൊന്നും ഒരാട്ടോയില് പയ്യാതെ നടക്കുന്നവരും വന്ന മഴയത്തൊന്നും ഇങ്ങോട്ട് വരൂല. ആ ജംഗ്ഷനിലേ നിർത്തും. എനിക്കത് വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് റോഡൊന്നുമില്ല. വയസ്സായ അമ്മച്ചിമാരൊക്കെ ഉണ്ട് സാറേ ഇവിടെ.
ആട്ടോ വേണമെങ്കിൽ ഒന്ന് ആരെങ്കിലും ആമ്പയന്മാർ വേണം രാത്രിയൊക്കെ തൂക്കി അങ്ങ് ആ റോട്ടിൽ കൊണ്ടുപോവാം. മഴയത്തൊന്നും ഇങ്ങോട്ടൊന്നും ആട്ടോ വരത്തില്ല, ഒരു വണ്ടിയും വരാൻ ഒരു വണ്ടിയും വരത്തില്ല സാറ്. മഴയുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. ചർക്കലും വണ്ടിയൊക്കെ ഇതാണ്ട സാറേ, വരത്തില്ല ഒന്നും, ഇങ്ങോട്ടൊന്നും വരത്തില്ല. ഞങ്ങൾ അവിടെയാ കൊണ്ടിറക്കുന്നേ, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാം. ഇങ്ങോട്ട് നടക്കണം. എല്ലാ അമ്മച്ചിയാരും മഴയത്തുള്ള ബുദ്ധിമുട്ടൊക്കെ, മഴയത്ത് ചർക്കലും വിടുന്നൊക്കെയാ പോണേ ആൾക്കാർ എണീറ്റ്. അവിടെ ആ മണ്ണുള്ളടാണെങ്കിൽ താന്നു കൊടുക്കും. എന്റെ വീട് അതിന്റെ ഇവരുടെ അപ്പുറത്താണ്, ഇടവഴിയാണ്, രണ്ട് സൈഡും കാട്. മുമ്പറോടൊക്കെ 2 പ്രാവശ്യം പറഞ്ഞ് ലൈറ്റ് ഇട്ട് അവർ. ഇപ്പോൾ മുമ്പ് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ലൈറ്റിന്റെ ആവശ്യമില്ല, പൈസ കൊടുത്ത് വേണമെങ്കിൽ കിട്ടുള്ളൂ. മെയ് ഇട്ടുക ഈ 2 കൊച്ചു ഒന്നിച്ചിന് മോളാണുള്ളത്. അവർ രാത്രിയൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേ ആശുപത്രിയിലൊക്കെ പോയിട്ട് വരും, ഭയങ്കര പാടാണ് കൊണ്ട്. ഇതേപോലെ കാട് പിടിച്ചിടക്കും 2 സൈഡും. അവിടെ കടവർക്ക് പറയുമ്പോൾ നമ്മളോടൊക്കെ വെട്ടി മാറ്റിക്കൊള്ളാൻ പറയും. നമ്മൾ കുറേയൊക്കെ വെട്ടി മാറ്റും. കണ്ടൊരു വേള നമുക്ക് എന്നും വൃത്തിയാക്കാം, കുറേശ്ശെ വെട്ടി മാറ്റി എല്ലാം. പക്ഷെ ലൈറ്റ് റോഡ് എന്തായാലും അത്യാവശ്യമാണ്. 2 ദിവസം ലൈറ്റ് കത്തുമെങ്കിൽ 2 ദിവസം ലൈറ്റ് കത്തൂല. എല്ലായിടവും ലൈറ്റ് ഇല്ല, ആ മുക്കിലൊന്നുമില്ല, ഇവിടെയൊക്കെ ഉള്ളു. അത്യാവശ്യമുള്ളിടത്ത് ലൈറ്റുകളൊന്നുമില്ല. മുമ്പറ് പറയണമെങ്കിൽ മുമ്പറ് വെളിച്ചവും ഇല്ല. സത്യം പറഞ്ഞാൽ കറണ്ടും ഇല്ല, റോഡും ഇല്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ. ആരോടൊക്കെ പറഞ്ഞാൽ മുമ്പറ് പറയണ അവർക്കൊക്കെ അങ്ങ് നമുക്ക് കുഴപ്പമില്ല. മുമ്പറിപ്പോൾ സുഖമില്ല ഇടയ്ക്കാണെന്ന് അറിഞ്ഞ് അതിൽ പെട്ടവരൊക്കെ പറയുമ്പോൾ അവർ അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ ചെയ്തു കൊടുക്കൂ. പണം ഉള്ളിടത്ത് കത്തി താഴെന്ന് പറയുന്നത് മുമ്പ് പണം ഉള്ളവർക്കെ സഹായിക്കും, പാവപ്പെട്ടവരാരെയും സഹായിക്കും. ഞാൻ വീടിന് മെയിൻ്റെനൻസിന് എഴുതി കൊടുത്തു. എന്നിട്ടും പറയണത് എനിക്ക് അർഹതയില്ല. എൻ്റെ ഭർത്താവ് കുടിക്കാനും എല്ലാം ചെയ്യുന്നതാണ്. 2 കൊച്ചു ഞാൻ വീട്ടു ജോലിക്ക് പോയാണ്. അവിടെ നിന്നാണ് ഞാൻ ഇപ്പം വന്നത്. എൻ്റെ മോൻ ഒരു കാറോ ഒരു ഓട്ടോ ഒരു ആംബുലൻസ് ഇത് വന്ന് നമുക്ക് ഒരുപാട് വലിയ ആളുകളുടെ സ്ഥലമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ, നമ്മൾ വിരുന്ന് പോയാൽ നമ്മളെ എടുത്തുകൊണ്ട് താരെ കൊണ്ട് നല്ല ചുമട്ടിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല നമ്മളെ. അതുകൊണ്ട് നമുക്ക് ഞാൻ 25 വർഷമായി ഇവിടെ താമസമായിട്ട്. 25 വർഷം കൊണ്ടും ഈ വഴിയെ റോഡെയാണ്, നല്ല ചുമട്ടിലൊക്കെയാണ് നമ്മൾ സുഖമില്ലാതായ. എനിക്ക് മക്കളില്ല, എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോഴും വണ്ടിയോ കാറോ വന്നാലേ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റോഡ് മോശമായതുകൊണ്ട് തന്നെ വരാത്തത്. ഇപ്പോൾ ഒരു ഓട്ടോ വരാൻ ഒരു ദിവസം വരണവർ പിന്നെ വിളിച്ചാൽ വരൂല. ഇവിടെ നിന്ന് ഒരുപാട് വലിയ ദൂരമൊന്നും പോണ്ട റോഡിന്. ഇവിടെ ഇതാ 2 വിള കഴിഞ്ഞ റോഡായി. നമുക്കങ്ങ് ബൈപ്പാസിലൊന്നും പോണ്ട, ബൈപ്പാസ് നമുക്ക് വേണ്ട, നമുക്ക് ഈ റോഡ് മതി. ഇവിടെ നിന്ന് പടിഞ്ഞേറ്റമെന്നാണ് ഈ ആ റോഡ് ചെന്ന് മുട്ടുന്ന സ്ഥലം. ആ പടിഞ്ഞേറ്റത്ത് കൊണ്ടുവന്ന് മുട്ടിച്ചാൽ മതി. ഈ വലിയ വിളയിലുള്ള റോഡ്, വലിയ വിള, ഇത് വടക്കേ വലിയ വിളയാണ്. ഈ വടക്കേ വലിയ വിളയിലെ റോഡ് പടിഞ്ഞേറ്റത്ത് കൊണ്ട് ആക്കി തന്നാൽ മതി. അതൊരു 3-4 വിള വരെ വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വഴിയിൽ, എൻ്റെ വീട് ഇടയ്ക്കായിപ്പോഴും നമുക്കൊരു വഴി വിളക്കൂടെ വേണം, ലൈറ്റ്. നമ്മൾ പറഞ്ഞിട്ട് മുമ്പറും കേൾക്കണില്ല, പാർട്ടിക്കാരും കേൾക്കണില്ല. ഇലക്ഷൻ വരുമ്പോൾ അവരെല്ലാ പാർട്ടിക്കാരും വരും, നിങ്ങൾക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വരും. പിന്നെ അവർ ഇലക്ഷൻ കഴിഞ്ഞ് പോയാൽ ജയിക്കണവരും വരൂല, തോക്കണവരും വരൂല. പിന്നെ നമ്മൾ ഉള്ളത് നമ്മൾ അനുഭവിച്ചോളണം. അങ്ങനെയാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഈ റോഡ് നമുക്ക് മഴ പെയ്താൽ നടന്നു പോകാൻ പോലും പറ്റൂല, കാലെല്ലാം മുങ്ങിപ്പോവും. നമ്മൾ തപ്പിയാണ് വീട്ടിൽ പോകണം. എനിക്ക് സ്ട്രോക്ക് വന്ന വ്യക്തിയാണ് ഞാൻ. വലത് കാലിനും വലത് കൈക്കും നടക്കാൻ പറ്റില്ല. മോളെ വീട്ടിൽ വരണമെന്ന് തോന്നുമ്പോഴും എൻ്റെ ഇളയ മോള് കൊണ്ടുവരുമ്പോഴേ, എൻ്റെ ചെറു കുട്ടികൾ കൊണ്ടുവരുമ്പോഴാണ് പിന്നെ മഴ സമയത്ത്. അല്ലാതെ അവിടെ വഴിയെല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ഒരിക്കൽ ഇതുപോലെ 2 വീലറിൽ വന്നപ്പോഴും സ്ലിപ്പായി മറിഞ്ഞ് വീഴാൻ പോയി. അപ്പോൾ അതെന്തോ ദൈവഭാഗ്യത്തിന് രക്ഷപ്പെട്ട് വീഴാതെ. പിന്നെ അത് പോയിട്ട് തിരിച്ചു പോകുമ്പോഴും ഈ സൈഡിലുള്ള ഈ കള്ളിമുള്ളുകളും ഈ ചെടികളും എല്ലാം ദേഹത്ത് ഉരുമിയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ പോകുമ്പോഴും ഭയങ്കര പേടിയാണ്. അതിൽ വല്ല ജീവികളെല്ലാം കയറിയിരിക്കുകയാണെങ്കിലോ എന്നും പറഞ്ഞുള്ള പേടിയാണ്. അപ്പോൾ ഈ വഴി ഒന്ന് ശരിയാക്കി തന്നാൽ ഞങ്ങൾക്ക് സ്വയം പാച്ച് നടക്കാൻ പറ്റും. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ മഴക്കാലത്ത് വീണ് എണീറ്റ് അവരെ ബാഗും ഡ്രസ്സും എല്ലാം നനഞ്ഞിട്ടാണ് അവർ തിരിച്ച് വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറിയാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ ഇവിടെ ഈ മുക്കിലുള്ള വഴി വിളക്കാണെങ്കിൽ കത്തുന്നില്ല. പിന്നെ ഒരുപാട് നാളായി ഇതിവിടെ ഈ റോഡ് വന്നിട്ടും ടാറിടുന്നില്ല. ടാറിടാൻ വേണ്ടി ഒരിക്കൽ എന്തോ കല്ലെന്തോ കൊണ്ടുവന്ന് ഇറക്കിയതിന് തിരിച്ച് അപ്പുറത്തെ ആ വസ്തുവിൻ്റെ പിന്നെ ഉടമസ്ഥൻ തന്നെ അവരെ ടാറിടാൻ സമ്മതിച്ചില്ല, കൗൺസിലറിന്. അതെല്ലാം വാരിക്കൊണ്ട് അങ്ങ് പോയി. അപ്പം നമുക്ക് ഇവിടെ താമസിക്കുന്ന പരിസരവാസികളെല്ലാം പാവപ്പെട്ടവരാണ്. അവർക്ക് ഒരു സുഗമമായ ഒരു റോഡ് വേണ്ടേ സാർ? അപ്പോൾ ഒരു റോഡ് അത്യാവശ്യമാണ്. ടാറിട്ട റോഡ്
അത്യാവശ്യമാണ്. ഒരു രോഗികളങ്ങ് താഴോട്ട് താമസിക്കുന്ന ആൾക്കാർ രോഗികളാണ്. അവർക്ക് ഒരു ആട്ടോയിൽ രോഗം വന്ന ആട്ടോ പിടിച്ചുകൊണ്ട് വന്ന് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും ആട്ടോക്കാരന്മാരൊന്നും ആരും വരില്ല. കൊണ്ടുവന്ന് മുകളിലുള്ള സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിട്ടാണ് രോഗികളെ എടുത്തുകൊണ്ട് ഓടുന്നത്. അപ്പോൾ എനിക്കും ഒരു ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. റോഡിന്റെ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ വരുന്നില്ല. റോഡിന്റെ ഇങ്ങനത്തെ റോഡായതുകൊണ്ട് മഴ സമയത്താണെങ്കിൽ ഒലിപ്പ് കൊണ്ടുപോകും. നമ്മളെ കാലെല്ലാം വലിച്ചെടുത്തോണ്ട് പോകും. അത്ര ഒഴുക്കാണ് മഴ സമയത്ത്, മുകളിൽ വരുന്ന ഒഴുക്കാണ്. ഇപ്പൊ റോഡ് നല്ലൊരു റോഡ് വേണം, ടാറിട്ട റോഡാണ് നമുക്ക് വേണ്ടത്. ഒന്നര പതിറ്റാണ്ടിലധികമായി ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഈ റോഡിൻ്റെ നവീകരണം. കണ്ടില്ല എന്ന് നടിക്കരുത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.